എല്ലാവർക്കും നമസ്കാരം. ചില മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ചില നഷ്ടങ്ങൾ പലപ്പോഴും ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. ചിലർക്ക് ചില ഇഷ്ടങ്ങൾ നഷ്ടപ്പെടാം, ചിലർക്ക് ചില സുഹൃത്തുക്കളെ നഷ്ടപ്പെടാം, ചിലർ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്നവരെ നഷ്ടപ്പെടാം, ഇന്നലെ വരെ കൂടെ നിന്നവരും സ്നേഹിച്ചവരും നഷ്ടപ്പെടാം, സമ്പത്ത് ചിലപ്പോൾ നഷ്ടപ്പെടാം, ജോലി ചിലപ്പോൾ നഷ്ടപ്പെടാം. അങ്ങനെ ഒരുപാട് നഷ്ടങ്ങളുടെ ഇടയിലൂടെയാണ് ചിലരൊക്കെ ജീവിച്ച് മുന്നോട്ട് പോകുന്നത്. ചില നഷ്ടങ്ങൾ നമുക്ക് തിരിച്ചു കിട്ടുന്ന ഒരു ദിവസമുണ്ട്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ 100 ആടുകളിൽ ഒരെണ്ണം നഷ്ടപ്പെട്ടു, പക്ഷേ ആ നഷ്ടപ്പെട്ട ഒരെണ്ണത്തെ തിരിച്ചു കിട്ടി. 10 ദ്വിബ്രഹ്മയിൽ ഒരെണ്ണം നഷ്ടപ്പെട്ടു, ആ നഷ്ടപ്പെട്ട ഒരെണ്ണം തിരിച്ചു കിട്ടി. ഒരപ്പന് 2 മക്കളുണ്ടായിരുന്നു, ഇളയ മകൻ നഷ്ടപ്പെട്ടു, നഷ്ടപ്പെട്ട മകനെ ചില നാളുകൾക്ക് ശേഷം തിരിച്ചു കിട്ടി. അതുകൊണ്ട് ചില നഷ്ടങ്ങളെ ഓർത്ത് നമ്മൾ സങ്കടപ്പെടരുത്, ഭാരപ്പെടരുത്. ചില നഷ്ടപ്പെട്ടതിനെയൊക്കെ ദൈവം നമുക്ക് തിരിച്ചു തരും. അത് ചിലപ്പോൾ ചില ദിവസങ്ങൾക്ക് ശേഷമായിരിക്കാം, ചില മാസങ്ങൾക്ക് ശേഷമായിരിക്കാം, ചില വർഷങ്ങൾക്ക് ശേഷമായിരിക്കാം. ചില നഷ്ടങ്ങളെ നമുക്ക് തിരിച്ചു തരുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം സ്വർഗത്തിൽ ജീവിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തിൽ നമുക്ക് ആശ്രയിച്ചുകൊണ്ട് ഓരോ നാളും പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകാം. അതിന് ദൈവം നമ്മെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ.